+1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറം DD ഓഫീസിലേക്ക് KSU MSF മാർച്ചുകളിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റ് കിട്ടാതെ നിരവധി വിദ്യാർത്ഥികൾ പുറത്തുനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ പ്രതിഷേധം തുടർച്ചയാവുകയാണ്. ഇന്നലെയും അതിശക്തമായ പ്രതിഷേധം കണ്ടതാണ്. ഇപ്പോൾ മലപ്പുറത്ത് മാത്രമല്ല, കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നത്തെ പ്രതിഷേധ മാർച്ച് എങ്ങോട്ടൊക്കെയാണ്? സ്മിതി, മലബാറിലെ സീറ്റ് പ്രതിസന്ധി വിഷയത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മലപ്പുറത്ത് രണ്ടിടങ്ങളിലേക്കായി KSUവിന്റെയും MSFന്റെയും പ്രതിഷേധം ഉണ്ടായിരുന്നത്. ആദ്യം രാവിലെ 9:45 മലപ്പുറം സിവിൽ സ്റ്റേഷനകത്ത് പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ RED ഓഫീസിലേക്ക് MSF പ്രതിഷേധമായി എത്തിയത്. പ്രതിഷേധമായി എത്തിയ MSF പ്രവർത്തകർ RED ഓഫീസ് പൂട്ടിയിട്ടുകൊണ്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. 9:45 തന്നെ ഉദ്യോഗസ്ഥർ അകത്ത് കടക്കാൻ കഴിയാത്ത വിധത്തിൽ പൂട്ടിയിട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചു. എന്നാൽ 10 മണി അതോടെ പോലീസ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഓഫീസ് സമയം ആരംഭിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ വന്നതോടെയാണ് ബലപ്രയോഗത്തോടെ ഈ പ്രവർത്തകരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. തൊട്ടു പിന്നാലെ തന്നെ 10:30 മലപ്പുറം DDE ഓഫീസിലേക്ക്, കോട്ടപ്പടിയിലുള്ള DDE ഓഫീസിലേക്ക് KSU പ്രവർത്തകരും മാർച്ചുമായി എത്തിയ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച മാർച്ചായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പോലീസ് സന്നാഹവും പോലീസ് അവിടെ ഒരുക്കുകയും ചെയ്തു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാര്യാലയത്തിലേക്ക് കടക്കുന്ന ഗേറ്റിന്റെ പുറത്ത് അവിടേക്കുള്ള ഉദ്യോഗസ്ഥരടക്കം അവരുടെ രേഖകൾ പരിശോധിച്ച് മാത്രമാണ് പോലീസ് അകത്തേക്ക് കടത്തിവിട്ടിരുന്നത്. പക്ഷേ മതിൽക്കെട്ടുകൾ ചാടിക്കടന്ന് പിന്നാമ്പുറത്തുകൂടെ ഇത്തരത്തിൽ KSUവിന്റെ പ്രവർത്തകർ സ്റ്റേഷൻ ഓഫീസിനകത്തേക്ക് എത്തുകയും പിന്നീട് ഓഫീസ് പ്രവർത്തിക്കുന്ന കാര്യാലയത്തിനകത്ത് പ്രവേശിച്ചുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ഏറെ നേരം പണിപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്നടക്കം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥി അടക്കം മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഇപ്പോഴും പുറത്തു നിൽക്കുന്ന സാഹചര്യം ജില്ലയിൽ തുടരുന്നു എന്നുള്ളതാണ്. 8ഉം 9ഉം A+ നേടിയിട്ട് പോലും പല വിദ്യാർത്ഥികൾക്കും ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ജില്ലയിൽ ഇനി മെറിറ്റിൽ ആകെ ശേഷിക്കുന്നത് വെറും 44 സീറ്റുകളാണ്. മറ്റ് സംവരണ കോട്ടകളിൽ ഉൾപ്പെടെ ഇനി ജില്ലയിൽ ശേഷിക്കുന്നത് 6437 സീറ്റുകളാണ്. പക്ഷേ ഈ 6437 സീറ്റുകൾക്കായി കാത്തിരിക്കുന്നത് 32,000-ലധികം വരുന്ന മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളാണ്. സ്വകാര്യ മേഖലയിലെ 10,837 സീറ്റുകൾ പരിഗണിച്ചാൽ പോലും 15,000-ലധികം വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ആശങ്കയിലാവുന്ന സാഹചര്യമാണ് മലപ്പുറത്തുള്ളത്. ഈ സാഹചര്യത്തിലാണ് മലപ്പുറത്തടക്കം പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തുന്നത്. പക്ഷേ ഇപ്പോഴും സർക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഒരു വിധത്തിലും അനുകൂലമായ നിലപാട് ഇപ്പോഴും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ പ്രാധാന്യമാണ്. ശരി അഷ്കർ അലി, ഒന്ന് ആ പ്രതിഷേധത്തിലെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. തുടർച്ചയായി കുറച്ച് ദിവസങ്ങളായുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് ഇന്ന് സമരം ചെയ്ത KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി.